ലേസർ. നമുക്ക് ഇതിൽ 3 ലേസേഴ്സ് പഠിക്കാനുണ്ട്. ആ 3 ലേസറാണ് കോമൺലി എസ്സേ ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ലേസറാണ് റൂബി ലേസർ. അപ്പോൾ ഒരു സോളിഡ് സ്റ്റേറ്റ് ലേസറും പിന്നെ ഒരു ഗ്യാസ് ലേസറും ഒരു സെമി കണ്ടക്ടർ ലേസറുമാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ലേസറിൻ്റെയും കൺസ്ട്രക്ഷനും വർക്കിങ്ങും ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ദ ഫസ്റ്റ് ലേസർ ഈസ് റൂബി ലേസർ. അപ്പോൾ എന്താണ് റൂബി ലേസർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് എ 3 ലെവൽ സോളിഡ് സ്റ്റേറ്റ് ലേസർ അല്ലേ. അപ്പോൾ അതിൽ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. 3 ലെവൽ ലേസറാണ്. അതെന്താണെന്നുള്ളത് ലാസ്റ്റ് പറയാം. 3 ലെവൽ ലേസർ ആൻഡ് എ സോളിഡ് സ്റ്റേറ്റ് ലേസർ. എന്താ സോളിഡ് സ്റ്റേറ്റ് ലേസർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്? നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ഒരു സോളിഡ് മെറ്റീരിയൽ ആയിരിക്കും അല്ലേ. അവിടെ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് സോളിഡ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് അതിനെ സോളിഡ് സ്റ്റേറ്റ് ലേസർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ 3 ലെവൽ ലേസർ ആൻഡ് ഇറ്റ് ഇസ് എ സോളിഡ് സ്റ്റേറ്റ് ലേസർ. അപ്പോൾ എന്താണ് ഈ റൂബി ലേസർ? റൂബി ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ക്രിസ്റ്റൽ ഓഫ് അലുമിനിയം ഓക്സൈഡ്, Al2O3. അലുമിനിയം ഓക്സൈഡിൻ്റെ ഒരു ക്രിസ്റ്റലാണ് റൂബി ക്രിസ്റ്റൽ. അതിൽ കുറച്ച് അലുമിനിയം ആറ്റംസിന് പകരം ക്രോമിയം ആറ്റംസ് വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അലുമിനിയം ഓക്സൈഡ് പ്ലസ് ക്രോമിയം ഓക്സൈഡ് ആണ് ആക്ച്വൽ മെറ്റീരിയൽ, Al2O3 പ്ലസ് Cr2O3. സം ഓഫ് ദ അലുമിനിയം ആറ്റംസ് ആർ റീപ്ലേസ്ഡ് ബൈ ദിസ് ക്രോമിയം ആറ്റംസ്. ഇതിൽ ക്രോമിയം Cr3+ എന്ന് പറയുന്ന അയോൺ അല്ലേ. അപ്പോൾ ആ ഒരു അയോണാണ്, ക്രോമിയത്തിൻ്റെ അയോൺസാണ് ആക്ച്വലി ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അവിടെ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് ക്രോമിയം ആണ്. ആക്റ്റീവ് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എന്താണോ ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ മീഡിയത്തിനെയാണ് നമ്മൾ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത്. സോ ഹിയർ ക്രോമിയം വിൽ പ്രൊഡ്യൂസ് ലേസർ ബീം. സോ അതാണ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ റൂബി ലേസറിൽ 3 ലെവൽ സോളിഡ് സ്റ്റേറ്റ് ലേസറാണ്. റൂബി ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അലുമിനിയം ഓക്സൈഡ് പ്ലസ് ക്രോമിയം ഓക്സൈഡ് അല്ല, അതിൻ്റെ ഒരു മിക്സ്ചറാണ്, അതിൻ്റെ ക്രിസ്റ്റലാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്രോമിയം ആറ്റംസ് ആണ് അല്ലെങ്കിൽ അയോൺസ് ആണ്. നൗ ദ കൺസ്ട്രക്ഷൻ ഓഫ് റൂബി ലേസർ. റൂബി ലേസറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, എന്തൊക്കെ പാർട്സ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ വരച്ച് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ എന്തൊക്കെയുള്ളത്? റൂബി ലേസർ കൺസിസ്റ്റ് ഓഫ് എ റൂബി ക്രിസ്റ്റൽ അല്ലേ. അപ്പോൾ സെൻറ്ററിൽ ഈ ഒരു റോഡ് കണ്ടല്ലോ, ഇതാണ് റൂബി ക്രിസ്റ്റൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. റൂബി ക്രിസ്റ്റൽ ഓൾറെഡി ഞാൻ പറഞ്ഞു അലുമിനിയം ഓക്സൈഡ് പ്ലസ് ക്രോമിയം ഓക്സൈഡിൻ്റെ ഒരു ക്രിസ്റ്റലാണ്. ആ ഒരു ക്രിസ്റ്റൽ നമ്മൾ എടുക്കുന്നു. ഇനി ഈ ക്രിസ്റ്റലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, വൺ സൈഡ് ഈസ് ഫുള്ളി സിൽവേർഡ് ആൻഡ് ദി അതർ സൈഡ് ഈസ് പാർഷ്യലി സിൽവേർഡ് അല്ലേ. അപ്പോൾ ഒരു സൈഡ് ഫുള്ളി സിൽവേർഡും അതർ സൈഡ് പാർഷ്യലി സിൽവേർഡും ആണ്. ഈ സിൽവേർഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഫുള്ളി സിൽവേർഡ് മീൻസ് ഫുള്ളി റിഫ്ലക്റ്റിംഗ് ആണ്. ജസ്റ്റ് 2 മിറേഴ്സ് പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. പാർഷ്യലി സിൽവർ എന്ന് പറഞ്ഞാൽ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ ഇതൊരു ഒപ്റ്റിക്കൽ റെസൊണൻറ്റ് ക്യാവിറ്റി ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഓൾറെഡി ഒപ്റ്റിക്കൽ റെസൊണൻറ്റ് ക്യാവിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്റ്റിക്കൽ റെസൊണൻറ്റ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ 2 മിറർ സെറ്റപ്പാണ്. അത് ഒരെണ്ണം ഫുള്ളി റിഫ്ലക്റ്റിംഗ് ആയിരിക്കണം, അതർ വൺ പാർഷ്യലി റിഫ്ലക്റ്റിംഗ്. ഈ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള മിററിലൂടെയാണ് നമുക്ക് ആവശ്യമുള്ള ലേസർ ബീം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് ലേസർ ബീം ഇതിനിടയിൽ കിടന്ന് ഷട്ടിൽ ചെയ്ത് ഇറ്റ് വിൽ ബി ഗെറ്റ് ആംപ്ലിഫൈഡ് ആൻഡ് നമുക്കതിന് എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ള ഇൻറ്റൻസിറ്റി ആവുന്നത് ആ സമയത്ത് അതിനെ പുറത്തേക്ക് എടുക്കുകയും ചെയ്യാം. സോ ഇറ്റ് ഇസ് എൻ ഒപ്റ്റിക്കൽ റെസൊണൻറ്റ് ക്യാവിറ്റി അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റെസൊനേറ്റർ എന്നാണ് പറയുക ഈ ഒരു സെറ്റപ്പിന് കേട്ടോ. അപ്പോൾ റോഡിൻ്റെ 2 സൈഡും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി സിൽവേർഡും അതുപോലെ പാർഷ്യലി സിൽവേർഡായിട്ട് 2 ഫേസസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരു റെക്റ്റാങ്കുലർ ട്യൂബിനുള്ളിലായിട്ട് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് എ ട്യൂബ് കണ്ടോ, നമ്മൾ ലേസർ ടോർച്ചൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ഒരു ഷേപ്പ് പോലെയാണ്. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ട്യൂബിൻ്റെ ഉള്ളിലായിട്ട് ഈ ക്രിസ്റ്റലിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ദ റൂബി റോഡ് ഈസ് എൻക്ലോസ്ഡ് ഇൻ എ സിലിണ്ടറിക്കൽ ഗ്ലാസ് ട്യൂബ് ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് വിത്ത് സം സെനോൺ ഫ്ലാഷ് ട്യൂബ്. ഇങ്ങനൊരു ഫ്ലാഷ് ട്യൂബ് വെച്ച് ഇതിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ട് പുറത്ത്. സെനോൺ ഫ്ലാഷ് ട്യൂബാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേസർ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് എനർജി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പമ്പിങ് മെക്കാനിസം. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലാഷ് ലൈറ്റ് കൊടുക്കുന്ന ഡിവൈസാണ് സെനോൺ ഫ്ലാഷ് ട്യൂബ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് എനർജി നമ്മൾ എന്തായാലും കൊടുക്കണമല്ലോ, വർക്ക് ചെയ്യാൻ എനർജി സോഴ്സ് വേണം. സോ സെനോൺ ഫ്ലാഷ് ട്യൂബ് നമ്മൾ ഇതിന് ചുറ്റുമായിട്ട് വൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലേസർ പ്രൊഡക്ഷൻ നടക്കുന്നത്. ദെൻ ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിലൂടെ ലിക്വിഡ് നൈട്രജൻ ഇങ്ങനെ പാസ് ചെയ്ത് ഇതിലൂടെ അത് പുറത്തേക്ക് വരുന്നുണ്ട്. വി ആർ പ്രൊവൈഡിങ് ലിക്വിഡ് നൈട്രജൻ ഹിയർ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അപ്പാരറ്റസ് കംപ്ലീറ്റ് ഹീറ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഹീറ്റിംഗ് ഇഫക്റ്റ് കുറയ്ക്കാനായിട്ടാണ് ലിക്വിഡ് നൈട്രജൻ നമ്മൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി ദ എൻറ്റയർ സെറ്റപ്പ് ഓഫ് റൂബി ലേസർ.
നൗ അതിൻ്റെ വർക്കിംഗ് ആണ് ഇനി പറയുന്നത്, എങ്ങനെയാണ് ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എസ്സേ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ റൂബി ലേസറിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയണം. അതിൻ്റെ ഫിഗർ, ഇപ്പോൾ ഓൾറെഡി ഒരു ഫിഗർ പറഞ്ഞല്ലോ, കൺസ്ട്രക്ഷൻ്റെ ഫിഗർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, അത് പറയണം. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് റൂബി ലേസർ. വർക്കിംഗ് പറയേണ്ടത് എനർജി ലെവൽ ഡയഗ്രാം വെച്ചിട്ടാണ് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രൗണ്ട് ലെവൽ ഉണ്ട്, എക്സൈറ്റഡ് ലെവൽസ് ഉണ്ട്, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് വരുന്നുണ്ട്, ലേസർ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണം. സോ ഫോർ ദിസ് റൂബി ലേസർ, ഇതാണ് അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, ഈ ഗ്രൗണ്ട് ലെവലിനെ ഞാൻ G എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. E1 E2 രണ്ട് ലെവൽസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഹയർ എക്സൈറ്റഡ് ലെവൽസ് ആണ്. E1 ഒരു ഹയർ ലെവലും E2 ഒരു ഹയർ ലെവലും ആണ്. അപ്പോൾ ഓൾറെഡി ആറ്റംസ് എല്ലാം റിസൈഡ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ഗ്രൗണ്ട് ലെവലിലാണ് എല്ലാ ആറ്റംസും റിസൈഡ് ചെയ്യുന്നത്. ഏത് ആറ്റംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ക്രോമിയം ആറ്റംസ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ ക്രോമിയം ആറ്റംസ് എല്ലാം ഇവിടെ റിസൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളൊരു എനർജി കൊടുക്കുകയാണ്. വെനെവർ വി ആർ ഓപ്പറേറ്റിംഗ് ദാറ്റ് സെനോൺ ഫ്ലാഷ് ട്യൂബ് അല്ലേ. സെനോൺ ഫ്ലാഷ് ട്യൂബ് വൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെനോൺ ഫ്ലാഷ് ട്യൂബ് യൂസ് ചെയ്ത് ഒരു ഫ്ലാഷ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ എനർജി യൂസ് ചെയ്തിട്ട് ഈ ക്രോമിയം ആറ്റംസ് അല്ലെങ്കിൽ അയോൺസ് എങ്ങോട്ട് ജമ്പ് ചെയ്യും? ഐദർ ടു E1 ഓർ ടു E2 അല്ലേ. രണ്ട് ചാൻസസ് ഉണ്ട്. ഒന്നുകിൽ E1ലേക്ക് ജമ്പ് ചെയ്യാം, അല്ലെങ്കിൽ E2ലേക്ക് ജമ്പ് ചെയ്യാം. ഇനി E1ലേക്ക് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ വരുന്ന ലൈറ്റിന് 6600 ആംസ്ട്രോങ് വേവ് ലെങ്ത് ഉണ്ടായിരിക്കണം. അത്രയും ലൈറ്റ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് എ ട്രാൻസിഷൻ ടു E1. അതല്ല 4000 ആംസ്ട്രോങ് വേവ് ലെങ്ത് ആണ് വരുന്നതെങ്കിൽ ഇത് E2ലേക്കും ട്രാൻസിഷൻ നടത്താം. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ. അതിൻ്റെ ബേസിൽ ഒന്നുകിൽ E1ലേക്കോ E2ലേക്കോ ട്രാൻസിഷൻസ് നടക്കാം. എന്തായാലും ക്രോമിയൻ അയോൺസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെയും എത്തിയിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഇത് ഏത് പ്രോസസ്സാണ്? ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ അല്ലേ നടന്നത്. നമ്മൾ ലൈറ്റ് എനർജി കൊടുക്കുന്നു, അത് അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് ലെവലിലേക്ക് പോകുന്നു. സോ ഹിയർ ദ ടു പ്രോസസ്സ്, അത് രണ്ട് പ്രോസസ്സും എന്താണ്? ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ ആണ്. ഇനി ഓൾറെഡി നമുക്കറിയുന്ന കാര്യമാണ്, E1 E2 എക്സൈറ്റഡ് ലെവൽസ് ആണ്, അത് സ്റ്റേബിൾ അല്ല. അപ്പോൾ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് ഇടയിൽ വരുന്ന ഈ മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ലേ. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിനേക്കാൾ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റ്. സോ വാട്ട് വിൽ ഹാപ്പൻ? എല്ലാ അയോൺസും എങ്ങോട്ട് വന്നിരിക്കും? ഈ മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കും. അതിൽ റേഡിയേഷൻസ് ഒന്നും എമിറ്റ് ചെയ്യുന്നില്ല, ഒന്നും എനർജി ഒന്നും ലോസ് ആവാതെ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനിലൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറിയിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ എവിടെയാണോ സ്റ്റെബിലിറ്റി കാണുന്നത് അങ്ങോട്ട് അത് ആറ്റംസ് എല്ലാം വന്നിരിക്കുകയാണ്. സോ ഹിയർ എല്ലാം ആറ്റംസും ഇപ്പോൾ നിൽക്കുന്നത് ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലാണ് അല്ലേ. അപ്പോൾ എല്ലാം ആറ്റംസും ഇവിടെ എത്തിക്കഴിഞ്ഞു. സോ ഇറ്റ് ഇസ് എ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ, നോ എനർജി ഈസ് ലോസ്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാ ക്രോമിയം ആറ്റംസും ഇപ്പോൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലാണ്. ഇനി മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ്. അപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ, ലേസർ പ്രൊഡക്ഷൻ പോസിബിൾ ആണ്. ഇനി മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുമ്പോഴാണ് ലേസർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ലേസർ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ടായിരിക്കണം. സോ ഇൻ ബിറ്റ്വീൻ ദീസ് ടു സ്റ്റേറ്റ്സ്, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആൻഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, തിരിച്ച് ഇങ്ങോട്ടല്ലേ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്ന ടൈമിൽ അവിടെ ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി നിങ്ങളൊന്ന് ആലോചിക്കണം, സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ ഫോട്ടോൺ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം. അങ്ങനെയല്ലേ പഠിച്ചത്? എക്സ്ട്രാ ഒരു ഫോട്ടോൺ വന്ന് കമ്പൽ ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ അല്ലേ, താഴത്തേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്ട്രാ ഫോട്ടോൺ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല, എക്സ്ട്രാ എനർജി ഒന്നും നമ്മളായിട്ട് കൊടുത്തിട്ടില്ല. സോ എങ്ങനെയാണ് ആ സ്റ്റിമുലേറ്റഡ് എമിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പോൾ അതിനായിട്ട് ആദ്യം ഏതെങ്കിലും ഒരു ആറ്റം ഈ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് സ്പോണ്ടേനിയസ് എമിഷൻ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്രോസസ്സും ഒരുമിച്ച് പഠിച്ചത്. സോ ഏതെങ്കിലും ഒരു ആറ്റം സ്പോണ്ടേനിയസ്ലി താഴത്തേക്ക് വരാമല്ലോ, അതിനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ. സോ ഏതെങ്കിലും ഒരു ആറ്റം സ്പോണ്ടേനിയസ് എമിഷൻ നടത്തുകയാണെങ്കിൽ എന്നിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എനർജി റിലീസ് ചെയ്തിട്ടാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരിക അല്ലേ. അപ്പോൾ ആ ഫോട്ടോണാണ് മറ്റ് ആറ്റംസിനെ കമ്പൽ ചെയ്ത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കമ്പൽ ചെയ്ത് ആറ്റംസിനെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ 1 ഫോട്ടോൺ 2 ഫോട്ടോൺ ആവും. ഈ 2 ഫോട്ടോൺസ് എഗെയിൻ അതർ ആറ്റംസിനെ കമ്പൽ ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിമുലേറ്റഡ് എമിഷൻ പ്രോസസ്സ് നടക്കും. അപ്പോൾ തുടക്കത്തിൽ ഒരു സ്പോണ്ടേനിയസ് എമിഷൻ നടന്നിരിക്കണം, എന്നാൽ മാത്രമേ ഈ സ്റ്റിമുലേറ്റഡ് എമിഷനിൽ നമുക്ക് ലേസർ പ്രൊഡക്ഷൻ നടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ത്രൂ ദിസ് പ്രോസസ് ലേസർ ബീം ഈസ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ ഉണ്ടാകുന്ന ലേസർ ബീമിൻ്റെ വേവ് ലെങ്ത്ത് 6943 ആംസ്ട്രോങ്, ഒരു റെഡ് റേഞ്ചിലാണ് വരിക. റെഡ് കളർ ആയിരിക്കും ഇതിൻ്റെ ലേസറിൻ്റെ കളർ.